മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി ബിഷപ്പുമാർ. SIUC ലത്തീൻ സഭ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്ത്. 2011 അച്ചടി വകുപ്പ് ഡയറക്ടർ ജാതിമാറ്റത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബിഗ് ബ്രേക്കിംഗ്. ഇത് SIUC ബിഷപ്പ് ഡോക്ടർ ഗ്ലാഡ്സ്റ്റോൺ 17/6/2002 പ്രീത എന്ന ബാലരാമപുരം സ്വദേശിക്ക് നൽകിയ SIUC സർട്ടിഫിക്കറ്റാണ്. ജാതിയാവട്ടെ SIUC നാടാർ ക്രിസ്ത്യൻ. അതേ പ്രീത 11/11/2005 ആയപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാറ്റി ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന ലത്തീൻ സഭയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി. ഈ ജാതി മാറ്റം സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമെന്നത് വ്യക്തം. അടുത്തത് ഇങ്ങനെ: ഭരണഘടനാ വിരുദ്ധമായി 18/3/2025 നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഷാജി എന്ന വ്യക്തി ജാതിയും മതവും മാറി ലത്തീൻ ക്രിസ്ത്യാനിയായതിന്റെ രേഖയാണിത്. സമാനമായ രീതിയിൽ ഹിന്ദു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഇന്ദുലാൽ നെയ്യാറ്റിൻകര സ്വദേശി 3/2/2025 ലത്തീൻ ക്രിസ്ത്യാനിയായതിന്റെ രേഖയും. ഇങ്ങനെ ഈ വർഷം മാത്രം ജാതിയും മതവും മാറിയവർ 1000-ലേറെ പേരാണ്. ഇതൊക്കെ പൂർണ്ണമായും സംവരണ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയെന്ന് വ്യക്തം. ജനനം കൊണ്ടാണ് ജാതി നിർണയിക്കപ്പെടുന്നതെന്ന് ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയെ അട്ടിമറിച്ചാണ് ഉദ്യോഗസ്ഥർ മതമേലധ്യക്ഷന്മാരുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ജാതി മാറ്റം തകൃതിയായി നടത്തുന്നത്. ഇനി മറ്റൊരു രേഖ. 2011 തന്നെ ജാതി മാറ്റം നിയമപരമായി അല്ലാതെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അച്ചടി വകുപ്പ് ഡയറക്ടർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. അപ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. മുമ്പ് ലത്തീൻ സഭ വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കാർക്കും മാത്രമേ ലത്തീൻ സഭ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന നിയമം നിലനിൽക്കെയാണ് ജാതിമാറ്റ അട്ടിമറി സംസ്ഥാനത്ത് നടക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് 2010 തന്നെ ജാതിമാറ്റ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ലത്തീൻ കത്തോലിക്ക സമുദായങ്ങൾക്ക് ജാതിമാറ്റ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഉത്തരവായി നൽകിയിരുന്നു. ഇതും ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. സമാനമായ രീതിയിൽ ദേശീയ പിന്നോക്ക കമ്മീഷനും സർക്കാരിന് ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് സംസ്ഥാനത്ത് ജാതി മതമാറ്റം
തകൃതിയായി നടക്കുന്നത്. മതമേലധ്യക്ഷന്മാരും സർക്കാരും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും കുടപിടിക്കുമ്പോൾ നിലവിൽ ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത്. ഈ ജാതി മതമാറ്റത്തിലൂടെ സഭയ്ക്ക് ലഭിക്കുന്നതാകട്ടെ ഒരു അംഗബലം, ഒപ്പം ജാതി മതം മാറുന്നവർക്ക് ലഭിക്കുന്നതാകട്ടെ ആനുകൂല്യങ്ങളും. ഇതിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ജാതി മതമാറ്റം സംസ്ഥാനത്ത് നടക്കുന്നതും. വിനീഷ്, ജനം, തിരുവനന്തപുരം. വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഈ സംവരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് വ്യാപകമായ ജാതിമാറ്റം, മതം മാറ്റം നടക്കുന്നു. ഇതിന്റെ തെളിവ് തന്നെയാണ് ജനം TV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ SEUC ലത്തീൻ സഭാ ബിഷപ്പുമാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നിലവിൽ നമ്മൾ ഈ ബിഷപ്പുമാരുടെ കത്ത് പുറത്തുവിട്ടത് ഇത്തരത്തിലാണ്. അതിൽ പ്രധാനമായും ജാതി മതമാറ്റം നടക്കുമ്പോൾ ഇതിനെല്ലാം കുടപിടിക്കുന്നത് പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വസ്തുതയാണ്. SIUC സർട്ടിഫിക്കറ്റ് വാങ്ങി 2 വർഷം പിന്നിടുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം പിന്നിടുന്നതിന് മുമ്പായി അതേ വ്യക്തിക്ക്, പ്രീത എന്ന വ്യക്തിക്ക് വീണ്ടും ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇതിൽ വലിയ ക്രമക്കേടുണ്ട് എന്നതാണ് ആദ്യമായി നമ്മൾ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥർ യഥേഷ്ടം അവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ഈ വരുന്നവർക്ക് ജാതി മത സർട്ടിഫിക്കറ്റുകൾ മാറ്റി നൽകുന്നു എന്നതിനുള്ള പ്രധാന തെളിവ് തന്നെയാണ് ഇത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് സംസ്ഥാനത്ത് മതപരിവർത്തനം നടക്കുന്നു എന്നത് സംബന്ധിച്ചു. പക്ഷേ അതിൽ നിന്നെല്ലാം ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഈ ജാതി മാറ്റം സംസ്ഥാനത്ത് നടക്കുന്നത്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്ന തരത്തിൽ ബിഷപ്പുമാർ, ഒപ്പം തന്നെ മതമേലധ്യക്ഷന്മാർ നിർദ്ദേശം നൽകുന്ന അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ അവരുടെ ചട്ടുകമായി പ്രവർത്തിച്ച് ലക്ഷക്കണക്കിന് പേരാണ് ജാതി മതമാറ്റം സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർ പൊതുസമൂഹത്തിൽ ഒരുപക്ഷെ ജീവിക്കുമ്പോൾ കുറേ കാലം ഈ അവരുടെ ജാതിയിൽ, അവരുടെ മതവിഭാഗത്തിൽ തന്നെ അങ്ങനെ ജീവിക്കും. അതിനുശേഷം ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ലത്തീൻ കത്തോലിക്ക സമുദായം അംഗമായി മാറുന്നു. പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിലുള്ളത്, 1947 മുൻപ് ലത്തീൻ സഭ വിശ്വാസികളായവരും അവരുടെ പിന്തുടർച്ചക്കാർക്ക് മാത്രമേ ഈ ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മത സർട്ടിഫിക്കറ്റ് നൽകാൻ പാടുള്ളൂ എന്ന നിയമം സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഭാരതത്തിലെ നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ജാതി മത മാറ്റമാണ് ഇവിടെ നടക്കുന്നത്. അതൊരു വലിയ തട്ടിപ്പാണ്. കാരണം ഈ ജാതി മത മാറ്റം നടക്കുന്നതിലൂടെ സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ ജാതി മത മാറ്റത്തിലൂടെ ഈ ജാതി മതം മാറുന്ന വിനീഷ്, ഈ ജാതി മതം മാറുന്നവർക്ക് അത്തരത്തിലുള്ള സംവരണ ആനുകൂല്യം ലഭിക്കുന്നു. മത അധ്യക്ഷന്മാർക്ക് മതത്തിലേക്ക് ഒരു പുതിയ അംഗത്തെ ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ വാസ്തവം. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരെ കൂടി സ്വാധീനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടി സഹായം കൃത്യമായി കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഇടപെടൽ, നീക്കം നടക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും ഒരു ഇടപെടൽ കാരണം, പ്രത്യേകിച്ച് സർക്കാർ, മാറി മാറി വന്ന സർക്കാരുകളുടെ മൗനാനുവാദം, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ, മതമേലധ്യക്ഷന്മാരുടെ സ്വാധീനം, ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാതി മതം ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഈ ഒരു വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട അച്ചടി വകുപ്പ് ഡയറക്ടർ 2011 തന്നെ സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ വ്യാപകമായി ജാതി മത മാറ്റം സംസ്ഥാനത്ത് നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ചടി വകുപ്പിന്റെ ഡയറക്ടർ സംസ്ഥാന സർക്കാരിനെ ഇത് പരിശോധിക്കണം, ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. ആ കത്ത് അന്നത്തെ സംസ്ഥാന സർക്കാർ പൂഴ്ത്തിവെച്ചു. അതിനുശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗം കമ്മീഷൻ ഇതിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത്തരത്തിൽ ജാതി മത സർട്ടിഫിക്കറ്റുകൾ മാറാനായി നൽകരുത് എന്ന നിർദ്ദേശം അതാത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സാഹചര്യം, സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും എങ്ങനെ ഈ ജാതി സർട്ടിഫിക്കറ്റ് കത്തോലിക്കക്കാരന് നൽകാം, ലത്തീൻ കത്തോലിക്കക്കാരന് നൽകാം എന്ന് സംബന്ധിച്ചുള്ള മാനദണ്ഡവും അന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗം സംസ്ഥാനത്തിന്റെ തന്നെ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, 1947 മുൻപ് ലത്തീൻ മതവിശ്വാസിയായവർക്കും അവരുടെ പിന്തുടർച്ചക്കാർക്കും മാത്രമേ ഇത്തരത്തിൽ ജാതി മത സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതാകട്ടെ,
നമ്മൾ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു തെളിവായി നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് 2025 ഏറ്റവും അവസാനം ഈ 2025 വരെ ആയിരക്കണക്കിന് പേരാണ് ഇത്തരത്തിൽ ജാതി മതം മാറിയിട്ടത്. അതിൽ പ്രധാനപ്പെട്ടത് ഒരു നാടാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ ജാതിയും മതവും മാറി ലത്തീൻ സഭക്കാരനാകുന്നു. ഈഴവ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ജാതി മതവും മാറി ലത്തീൻ ക്രിസ്ത്യാനിയാകുന്നു. ലത്തീൻ ക്രിസ്ത്യാനി ആംഗ്ലോ ഇന്ത്യൻ, ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ എന്ന ജാതിയിലേക്ക് മാറുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യക്തി മതം മാറി ജാതി മാറി എത്തുന്നതിലൂടെ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ഒരു അംഗമാകുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ പിന്നീട് തുടർച്ചയായി അവർക്ക് അവരുടെ അംഗബലം കൂട്ടാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് ഈ ജാതിയും മതവും മാറി വരുന്ന വ്യക്തിക്ക് സംവരണ ആനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു തട്ടിപ്പ് നടക്കുന്നത്. അത് കാലാകാലങ്ങളായി വർഷങ്ങളായി ഇങ്ങനെ നടക്കുന്നു. അതൊക്കെ ഇങ്ങനെ സർക്കാർ തന്നെ ഒളിപ്പിച്ചു വെച്ച്, പ്രത്യേകിച്ച് ഈ ജാതി മതം മാറ്റം നടത്തുന്നതിലൂടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇതിനു പിന്നിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും സംസ്ഥാനത്ത് മാറി മാറി ഭരിക്കുന്ന ഘട്ടങ്ങളിലൊന്നും ഇതിനെ ചോദ്യം ചെയ്യപ്പെടാൻ തയ്യാറായിട്ടില്ല. ഇതിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അച്ചടി വകുപ്പിലെ ഡയറക്ടർ തന്നെ 2011 ഇത്തരത്തിലുള്ള ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഇത്തരത്തിൽ കത്ത് നൽകിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്. അതിൽ ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരത്തിലുള്ള മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ജാതി മത സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന നിർദ്ദേശവും നൽകുന്നു. അതിനു പിന്നാലെ ദേശീയ പിന്നോക്ക കമ്മീഷൻ പോലും ഈ വിഷയത്തിൽ ഇടപെട്ടു. ദേശീയ പിന്നോക്ക കമ്മീഷൻ ഇടപെട്ട് കൃത്യമായ മാനദണ്ഡം, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സഭയിലേക്ക് മാറുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ജാതി മതം മാറുന്നത് അത് നിയമവിരുദ്ധമാണ് എന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. പക്ഷേ ആ സമയത്തും പിന്നോക്കക്ഷേമ കമ്മീഷൻ ഇടപെട്ട് കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പിന്നോക്കക്ഷേമ കമ്മീഷൻ ഇടപെട്ട് കൃത്യമായി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ മതപരിവർത്തനം ഒരുപക്ഷെ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജാതി മാറ്റം സംബന്ധിച്ചുള്ള ഒരു വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നത് ജനൻ ടിവിയുടെ വാർത്തയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതൊരു വലിയ വിപത്തായി സംസ്ഥാനത്ത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്നതിൽ തന്നെ ആ സഭയ്ക്കുള്ളിൽ തന്നെ ഇതിൽ ഇരുചേരികളാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ബിഷപ്പുമാർ, ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ ഒക്കെ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ ഒരു വിഭാഗം ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവരുടെ മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മറ്റു സമുദായത്തിൽ നിന്നെത്തുന്ന ഒരാൾ അടിച്ചു കൊണ്ടുപോകുന്നു എന്നത് പച്ചയായി തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം കൊണ്ട് മത സമവാക്യം അല്ലെങ്കിൽ ജാതി മതം മാറ്റത്തിനുള്ള എല്ലാ കളവും ഒരുക്കുന്നത് മാറി മാറി വന്ന സർക്കാരുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനം ഈ 2025 എത്തി നിൽക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് പേരാണ് ഭരണഘടനാ വിരുദ്ധമായി എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ജാതി മതമാറ്റം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ്, മതവും ജാതിയും മാറാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുകയാണ് ബിഷപ്പുമാർ. SIUC ലത്തീൻ സഭാ ബിഷപ്പുമാർ നൽകിയ കത്തിന്റെ പകർപ്പാണ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് വി വിനീഷ് നൽകിയത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം, ഇടവേള കഴിഞ്ഞ്.